ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആംഡ് UAVs, അമത്യാസു, അൽ ഷബീബ്, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ്, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് സ്നോ ലെപ്പേർഡ്, അതുപോലെ തന്നെ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ബോട്സ്വാന. നമുക്ക് 1 by 1 ഓരോ ടോപ്പിക്സിലേക്ക് പോവാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ന്യൂസ് ആംഡ് UAVs. അപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുമ്പത്തെ ഒരു 1 വീക്കിൽ റീസെൻ്റ്ലി നമുക്ക് അറേബ്യൻ സീയിലും അതുപോലെ തന്നെ റെഡ് സീയുടെ ഭാഗങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പുകൾക്ക് നേരെ, ഇസ്രായേലി കണക്ഷൻസ് ഉള്ള ഷിപ്പുകൾക്ക് നേരെ, ഓയിൽ കാരിയേഴ്സിനൊക്കെ നേരെ ഡ്രോൺ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു മെത്തേഡ് ഓഫ് വാർഫെയർ ആണ്, അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റീസെൻ്റ്ലി ഇൻഡിജിനസ് ആയിട്ട് ഒരു നല്ല ശതമാനം, ഓൾമോസ്റ്റ് 70% ഇൻഡിജിനസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത, അദാനി ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, അതിൻ്റെ പേര് ദൃഷ്ടി എന്നാണ്. അത് നമ്മുടെ ഇന്ത്യൻ നേവി ആദ്യമായിട്ട് അത് അൺവീൽ ചെയ്തു, ഇന്ത്യൻ നേവിക്ക് കൊടുത്തിരിക്കുന്ന അൺവീൽ ചെയ്തു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ നമ്മുടെ നേവിയുടെ ചീഫായിട്ടുണ്ടായിരുന്ന അഡ്മിറൽ ഹരികുമാർ, മലയാളിയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അദ്ദേഹം പറഞ്ഞു, ആംഡ് UAVs ഇൻ ദ ഹാൻഡ്സ് ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് പോസ് എ ചലഞ്ച്, സെയ്സ് നേവി ചീഫ്. അദ്ദേഹം ഉദ്ദേശിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അഥവാ UAVs. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി ഇപ്പം പ്രൊക്യൂർ ചെയ്ത ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ്, അതുപോലെ തന്നെ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് UAVs എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. സോ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണ് നമ്മുടെ പുതിയതായിട്ട് ഇൻഡക്ട് ചെയ്ത ദൃഷ്ടി 10 മെയിൽ UAV എന്ന് പറയുന്നത്. അപ്പം ദൃഷ്ടി 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്രായേലിൻ്റെ തന്നെ ഒരു എൽപ്റ്റിസ് ഹെർബ്സ് 900 മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് UAVയുടെ അതിൻ്റെ ഒരു ഡിസൈനിൽ, അതിൻ്റെ ഒരു കാര്യങ്ങളിൽ, അതിൻ്റെ ഒരു മോഡലിൽ, ഒരു പ്രോട്ടോടൈപ്പിൽ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ തന്നെ, പക്ഷേ നമ്മുടെ അദാനി ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു UAV ആണ് ഈ ദൃഷ്ടി 10 എന്ന് പറയുന്നത്. അതിപ്പം ഇന്ത്യൻ നേവിയിൽ ഇൻഡക്ട് ചെയ്തു, അതുപോലെ തന്നെ ആർമിയും ഉടനെ തന്നെ അത് ഇൻഡക്ട് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡിഫൻസ് മെറ്റീരിയലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിഫൻസ് മാനുഫാക്ചറിങ് ഉണ്ട്. അങ്ങനെയാണ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ് ഈ പർട്ടിക്കുലർ UAV ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ UAV എന്താണെന്ന് ഓർത്തിരിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഡ്രോൺ അറ്റാക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഈ ഇതിനൊരു 48 hours, 24 to 48 hours, അതുകൊണ്ടാണ് ലോങ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 24-48 മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൺമാൻഡ് ആയിട്ട് ഫ്ലൈ ചെയ്ത്, അതുപോലെ തന്നെ വെപ്പണും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ അകത്ത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മിലിറ്റന്റ് ഗ്രൂപ്പ്സോ ടെററിസ്റ്റുകളോ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലഞ്ചാണ്. നമുക്ക് ഈയിടെ തന്നെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്, ഈയിടെ അല്ല, കുറച്ച് നാളുകളായിട്ട് ഇൻസിഡൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം റീസെൻ്റ്ലിയും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, ഏതാണ് പുതുതായിട്ട് നമ്മുടെ നേവിയിൽ ഇൻഡക്ട് ചെയ്ത അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തത് ഓൾമോസ്റ്റ് ഇൻഡിജിനസ് ആയിട്ടാണ്. ഡിസൈനും ടെക്നോളജിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലി പ്രോട്ടോടൈപ്പ് ആണ്, എന്നിരുന്നാലും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ്, മെയിൽ എന്ന് പറഞ്ഞാൽ മീഡിയം ആൾട്ടിറ്റ്യൂഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 മീറ്റർ ആ റേഞ്ചിലൊക്കെ പോകാൻ പറ്റുന്ന, ഒരു 24 to 48 hours ഒക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതിനെയാണ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് എന്ന് പറയുന്നത്. അടുത്തത് അമത്യാസു. അത് ഒരു ജാപ്പനീസ് വാക്കാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ അനീം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് കാണും. ജാപ്പനീസ് ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സൂര്യൻ അങ്ങനെയൊക്കെ അവരുടെ ഒരു ഗോഡസ് ഒക്കെയാണ്. എനിവേ അമത്യാസു അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ എന്തിരുന്നാലും എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഡിയേഷൻസ് ഫ്രം സ്പേസ്, നമ്മുടെ എ കോസ്മിക് റേ ദാറ്റ് ഹാസ് ബീൻ ഡബ്ഡ് അമത്യാസ്
appears to have reached the Earth from empty part of the universe. This suggests the possibility of unknown astronomical phenomenon and new physical origins beyond the standard model in the area of origin. അപ്പം ബേസിക്കലി ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റ് ആണ് ഇതിൻ്റെ പേരിട്ടത്, അതുകൊണ്ട് തന്നെയാണ് ജാപ്പനീസ് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് കോസ്മിക് റൈസ് എന്നൊക്കെ ഉള്ളതാണ്. ബേസിക്കലി ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോസ്മിക് റേ ആയിരുന്നു. ഇതുവരെ നമ്മൾ എൻകൗണ്ടർ ചെയ്തതിൻ്റെ അകത്ത് സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് കോസ്മിക് റേ ആയിരുന്നു അമർത്യാസു പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോസ്മിക് റേ, എന്താണ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ്, എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. റേഡിയേഷൻ ഫ്രം സ്പേസ് ഈസ് കോൾഡ് കോസ്മിക് റേഡിയേഷൻ വിച്ച് ഈസ് കോൺസ്റ്റന്റ്ലി ഹിറ്റിംഗ് ദ എർത്ത്. കോസ്മിക് റേഡിയേഷൻ എപ്പോഴും ഉള്ളതാണ്, നമ്മുടെ ശരീരത്തോടൊക്കെ ആണെങ്കിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ കോസ്മിക് റേഡിയേഷൻ? ഔട്ടർ സ്പേസിൽ നിന്നാകാം, നമ്മുടെ സണ്ണിൻ്റെ അകത്തുനിന്ന് തന്നെ ആകാം. യൂഷ്വലി നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന പർട്ടിക്കുലർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് വന്നതാണ്, സണ്ണിൻ്റെ അകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, സോളാർ ഫ്ലെയേഴ്സിനോടൊക്കെ അനുബന്ധിച്ച്. അപ്പോൾ ആക്സലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ബേസിക്കലി കോസ്മിക് റേഡിയേഷൻ്റെ അകത്ത് വരുന്നത്. പ്രോട്ടോൺസ് ആകാം, ഹീലിയം ന്യൂക്ലിയൈ, ആൽഫ പാർട്ടിക്കിൾ, അങ്ങനത്തെ സാധനങ്ങളാകാം. അതൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കതിൻ്റെ എഫക്റ്റ് അത്ര കണ്ട് അറിയുന്നില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ ഒരു പരിധി വരെ ഡൈവേർട്ട് ചെയ്ത് വിടും. അതുപോലെ തന്നെ ഇത് ചാർജ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഇത് അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സ്ലോ ഡൗൺ ആയും അതുപോലെ തന്നെ വേറെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയും മ്യൂയോൺസ്, പയോൺസ് ഒക്കെ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് കിട്ടാത്തത്. അപ്പോൾ എനിവേ, റേഡിയേഷൻ ഫ്രം സ്പേസ് ഈസ് കോൾഡ് കോസ്മിക് റേഡിയേഷൻ വിച്ച് ഈസ് കോൺസ്റ്റന്റ്ലി ഹിറ്റിംഗ് ദ എർത്ത്. അവർ solar system, sun and other stars in the galaxy emit a constant stream of cosmic radiation. ഇത് എപ്പോഴും ഉള്ളതാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോസ്മിക് റേഡിയേഷൻ ആണ് ഈ അമർത്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സിൻ്റെയും അതുപോലെ തന്നെ പോസിബിൾ ആസ്ട്രോണമിക്കൽ ഫിനോമിനൻ്റെ ഒക്കെ ഒരു സ്റ്റഡിയിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വളരെ പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എനർജിയെക്കാട്ടിലും, പാർട്ടിക്കിൾസിൻ്റെ എനർജിയെക്കാട്ടിലും വളരെ കൂടുതലായിരിക്കും ഈ പറഞ്ഞ പോലെ കോസ്മിക് റേസിൻ്റെ എനർജി എന്ന് പറയുന്നത്. പക്ഷേ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ടും അറ്റ്മോസ്ഫിയറിലെത്തി അത് സ്ലോ ഡൗൺ ഒക്കെ ആകുന്നതുകൊണ്ടും നമുക്ക് അതിൻ്റെ എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയും ആക്സലറേറ്റഡ് ആയി ഇത്രയും എനർജിയോടുകൂടി ചാർജ് പാർട്ടിക്കിൾസ് വരുന്നത് എന്നുള്ളതൊക്കെ സ്റ്റഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹൈ എനർജി ഫിസിക്സിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പേരൊന്ന് ഓർത്തിരിക്കുക, അമർത്യാസ്. ജാപ്പനീസ് പേരാണ്. അപ്പം പ്രൊണൗൺസിയേഷനെ പറ്റി അധികം ബേജാറാകണ്ട. പക്ഷേ എന്നിരുന്നാലും എന്താണെന്നുള്ള ഓർത്തിരിക്കുക. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെയുള്ളതാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കോസ്മിക് റേ ഒബ്സർവേറ്ററീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളതിനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ കോസ്മിക് റേസിൻ്റെ തന്നെ വേറെ ഒരു വകഭേദമായിട്ടുള്ള സോളാർ ഫ്ലെയേഴ്സ്, കൊറോണൽ ഇജക്ഷൻസ്, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഫിനോമിനനാണ്. നിങ്ങൾ ഒരുപക്ഷെ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ട് കാണും, നോർത്തേൺ ലൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അറോറ ബോറിയാലിസ്. നോർത്ത് പോളിലാണെങ്കിൽ അതിന് നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയും, സൗത്ത് പോളിലാണെന്നുണ്ടെങ്കിൽ സദേൺ ലൈറ്റ്സ്. അപ്പോൾ ബേസിക്കലി നമ്മൾ കൂടുതലും ഇമേജസ് ഒക്കെ കണ്ടിരിക്കുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസ്, നോർവേ, അതുപോലെ തന്നെ കാനഡയുടെ നോർത്തേൺ പാർട്സിൽ നോർവേ, ഐസ്ലൻഡ്, ഗ്രീൻലൻഡ്, അങ്ങനത്തെ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പച്ച കളറിൽ, പിങ്ക് കളറിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടം വരുന്ന ഇമേജസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും. അതിനാണ് അറോറ ബോറിയാലിസ്. നോർത്തേൺ പോളിൽ അതിന് അറോറ ബോറിയാലിസ് എന്ന് പറയും, നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയും. അതും ഈ പറഞ്ഞതുപോലെ തന്നെ കോസ്മിക് റേഡിയേഷൻസിൻ്റെ വകഭേദമായിട്ടുള്ള നമ്മുടെ സൂര്യൻ്റെ അകത്തുനിന്ന് വരുന്ന സോളാർ ഫ്ലെയേഴ്സ് അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട്, ഓക്സിജൻ, നൈട്രജൻ. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ രണ്ട് മെയിൻ കമ്പോണൻസ് ആണ് നൈട്രജനും ഓക്സിജനും. അപ്പം അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ പർട്ടിക്കുലർ ഗ്രീൻ ലൈറ്റ്സും പിങ്ക് ലൈറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഫിനോമിനൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. The Earth's atmosphere and magnetic shield protect us from cosmic radiation. Earth's magnetic shield protects us from cosmic radiation and is the strongest at the equator and weakest near the poles. The magnetic shield diverts most of the radiation around the Earth. Earth's atmosphere shields us from most of the remaining radiation that travel to the Earth. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇതെല്ലാം കൺവേർജ് ചെയ്ത് ഈ
സോളാർ വിൻഡുകളെല്ലാം കൺവേർജ് ചെയ്ത് പോൾസിൽ വരുന്നത്. പോൾസിൽ വന്നിട്ട് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് ഗ്യാസ് മോളിക്യൂൾസും ഒക്കെ ആയിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഒറോറ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സണ്ണിൻ്റെ കേസിൽ സോളാർ ഫ്ലെയർ ഒക്കെ കാരണമുള്ളത്. അത് ഔട്ടർ ഗാലക്സീസിൽ നിന്നും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം വളരെ ഹൈ എനർജറ്റിക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്മിക് റേ ഒബ്സർവേറ്ററീസിനൊക്കെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇത് ഭൂമിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പല പല സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ആകും, പയോൺസ് മ്യൂൺസ് എന്നൊക്കെ പറയുന്ന സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് അതിന് ചേഞ്ച് സംഭവിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് അൽ-ഷബാബ്. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ഈ പറഞ്ഞ പോലെ സൊമാലിയൻ സിവിൽ വാറിലൊക്കെ സൊമാലിയൻ ഗവൺമെന്റിനൊക്കെ എതിരെ പോരടിക്കുന്ന ഒരു മിലിറ്റന്റ് സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പൊക്കെയാണ്. അപ്പോൾ എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN ചോപ്പർ ക്യാപ്ചേർഡ് ബൈ അൽ-ഷബാബ് ഇൻ സൊമാലിയ, 1 killed. അപ്പം UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഒരു ചോപ്പർ അത് ഒരു എമർജൻസി ലാൻഡിങ് നടത്തേണ്ടി വന്നു. പക്ഷേ ആ ലാൻഡിങ് നടത്തിയത് ഈ അൽ-ഷബാബ് എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ കൺട്രോളിലുള്ള ഏരിയയിലായിരുന്നു. അപ്പോൾ അവർ ഹെലികോപ്റ്റർ ക്യാപ്ചർ ചെയ്തു. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിഞ്ഞില്ല. ഒരാൾ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് അൽ-ഷബാബ്, എവിടെയാണ്? സൊമാലിയയുടെ എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ന്യൂസിൻ്റെ അകത്ത് കണ്ടതുപോലെ തന്നെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ വരുന്നതാണ് ഈ സൊമാലിയ, നമ്മുടെ റെഡ് സിയോട് ചേർന്നൊക്കെ. അപ്പോൾ അതാണ് ഒരു ബിസിയസ്റ്റ് ഷിപ്പിംഗ് റൂട്ട് തന്നെയാണ്, സയൂസ് കനാൽ വഴിയൊക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരുടെ പ്രസൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഈ പൈറൈറ്റ്സ് ഒക്കെ ഇച്ചിരി ഒരു പൈറൈറ്റ് പോണായിട്ടുള്ള ഏരിയയും കൂടെയാണത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. Al-Shabaab is a Sunni Islamist military and political organization based in Somalia and active elsewhere in East Africa. It is actively involved in the ongoing Somali civil war and incorporates elements of Somali nationalism into its Islamist course. അതൊരു ഇസ്ലാമിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പാണ്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ സൊമാലിയയിലാണെന്നുണ്ടെങ്കിൽ നടക്കുന്ന സിവിൽ വാറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിലിറ്ററിക്കെതിരെ, അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ഫണ്ടമെൻ്റലായിട്ട് ബിലീവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദ ഗൾഫ് ഓഫ് ഏഡൻ, അപ്പോൾ ജസ്റ്റ് ആ പേരൊന്ന് ഓർത്തിരിക്കുക, അൽ-ഷബാബ്. ദ ഗൾഫ് ഓഫ് ഏഡൻ, ദ ആം ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ യമൻ ഓൺ ദ സൗത്ത് കോസ്റ്റ് ഓഫ് അറേബ്യൻ പെനിൻസുല ആൻഡ് സൊമാലിയ ഇൻ ആഫ്രിക്ക. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസിന് കൂടെ ഉണ്ട്. ഇതാണ് ബേസിക്കലി ഇതാണ് നമ്മുടെ അറേബ്യൻ സീ വന്ന് ഗൾഫ് ഓഫ് ഏഡൻ, അവിടുന്ന് നമുക്ക് റെഡ് സീയിലോട്ട് പോകുന്നു. അവിടുന്നാണ് വീണ്ടും സോയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ സീയിലോട്ട്, അങ്ങനെയാണ് അറ്റ്ലാന്റിക്കിലോട്ട്. അപ്പോൾ അതാണ് വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഷിപ്പ് വേ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സൊമാലിയ. ഈ സൊമാലിയയുടെ തന്നെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ ഇതിൻ്റെ നോർത്തേൺ പാർട്ട് സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ വേറെ സെപ്പറേറ്റ് ഗവൺമെൻറ് ഒക്കെ ഉള്ളതാണ് സൊമാലി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കൺട്രീസൊക്കെ സൊമാലിയിൽ, അതും ഈ അൽ-ഷബാബിൻ്റെ ഈ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസിനൊക്കെ പിന്നിലൊരു കാരണമാണ്. കൂടുതൽ കൺട്രീസ് ഈ സൊമാലി ലാൻഡിനെ അംഗീകരിച്ചു കഴിഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൾഫ് ഓഫ് ഏഡൻ, ഇന്ത്യൻ ഓഷൻ്റെ അറേബ്യൻ സീ ബ്രാഞ്ചിൻ്റെ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു പാർട്ടാണ് ഗൾഫ് ഓഫ് ഏഡൻ. നിങ്ങൾ ജോഗ്രഫിക്കകത്തൊക്കെ പഠിക്കുന്നതാണ് ഗൾഫ് ഓഫ് ഏഡൻ. അവിടെ നിന്നാണ് നമ്മൾ റെഡ് സീയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് റെഡ് സീയിൽ നിന്നാണ് നമ്മൾ വീണ്ടും തിരിഞ്ഞ് ഗൾഫ് ഓഫ് അക്കബ, ഗൾഫ് ഓഫ് സിയൂസ്, അങ്ങനെയൊക്കെ വന്ന് നമ്മൾ സിയൂസ് കനാൽ വഴി മെഡിറ്ററേനിയൻ സീയിൽ കയറുന്നത്. അപ്പോൾ ഇതാണ് സൊമാലിയ എന്ന് പറയുന്നത്, ഹോൺ ഓഫ് ആഫ്രിക്ക. ഈ കൺട്രീസിനെയാണ് നമ്മൾ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. സൊമാലിയ, എർത്രിയ, എത്യോപ്യ, ജിബൂട്ടി എന്ന് പറയുന്ന ഈ കൺട്രീസിനെയാണ് ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ എത്യോപ്യയും സൊമാലിയയും തമ്മിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എത്യോപ്യ ഈ റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ സൊമാലി ലാൻഡിലെ അവിടുത്തെ ഗവൺമെൻറ്റും ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കരാറിലൊക്കെ ഏർപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം വാട്ടെവർ. അപ്പോൾ എവിടെ പോർട്ടൊക്കെ വരുന്നത് ഈ അൽ-ഷബാബ് പോലെയുള്ള സെപ്പറേറ്റ് ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അവർക്കതൊരു തിരിച്ചടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് അൽ-ഷബാബ് അവർ ഉള്ള ഏരിയാസ്, അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയിലായിരുന്നു ഈ പർട്ടിക്കുലർ UN ചോപ്പർ എമർജൻസി ലാൻഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഹോൺ ഓഫ് ആഫ്രിക്കയിലുള്ള ഒരു കൺട്രിയാണ് സൊമാലിയ. അതുകൊണ്ട് തന്നെ ഗൾഫ് ഓഫ് ഏഡൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് റൂട്ടിൻ്റെ ഭാഗമാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഗൾഫ് ഓഫ് ഏഡൻ വഴി ബാബൽ മണ്ഡപ് സ്ട്രൈറ്റ് വഴി റെഡ് സീയിൽ കയറി അവിടുന്ന്
സ്യൂസ് കനാൽ വഴി മെഡിറ്ററേനിയൻ സീയിലോട്ട് പോകുന്നു. ആ ഷിപ്പിംഗ് റൂട്ടൊക്കെ നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്നതാണ്. So the Gulf, roughly 900 kilometers long and 500 kilometers wide, is an important waterway for transporting Persian Gulf oil. The Gulf connects the Red Sea to the Arabian Sea via the Strait of Bab el-Mandeb. It forms an essential transport route between Europe and the Far East. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ എവിടെയാണ് എന്നുള്ളത് നിങ്ങളും നമ്മുടെ ജോഗ്രഫിയിൽ മാപ്പിങ്ങും ഒക്കെ ആയിട്ടും ബന്ധപ്പെട്ടും ഇതെവിടെയാണെന്നുള്ള ഓർത്തിരിക്കുക. അൽഷബാബ് എന്ന് പറയുന്ന സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ് ഏത് രാജ്യത്താണെന്നുള്ള ഓർത്തിരിക്കുക. കൺട്രിയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഇസ്രായേൽ ആയിട്ട് ലിങ്ക് ഉള്ള ഷിപ്പുകളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓയിൽ ക്യാരിങ് ഷിപ്പുകളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രോൺ അറ്റാക്സ് ഒക്കെ നടക്കുന്നുണ്ട് ഇറാനിൽ നിന്നും ഒക്കെ. അപ്പോൾ ഒന്നാമത് ഇവിടെ ഒരു പൈറേറ്റ് പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്. അപ്പോൾ എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിനെ പറ്റി. എസ്പെഷ്യലി നമ്മുടെ പ്രധാനമന്ത്രി ഗതിശക്തി യോജന, അതൊരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്രൊജക്റ്റ് ഒക്കെ വെച്ചിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. എനിവേ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നമ്മൾ 38th റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്, അത് പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ആ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത്? വേൾഡ് ബാങ്ക് ആണ് റിലീസ് ചെയ്യുന്നത് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023. അത് നേരത്തെ വന്നതാണ്. അതിൻ്റെ ഡേറ്റ പ്രകാരം ഓർന്നിരിക്കുക. അപ്പോൾ ഇത് റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത്. അതും പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് നമുക്ക് ഇത് മെച്ചപ്പെടുത്താൻ പറ്റുന്നത്, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഒക്കെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതുപോലെ തന്നെ സീംലെസ് കണക്ടിവിറ്റി, മൾട്ടി മോഡൽ കണക്ടിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. So logistic performance index. The logistic performance index is a benchmarking tool by the World Bank Group to help countries identify the challenges and opportunities in the performance of trade logistics and what they can do to improve their performance. 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 38 ആയിരുന്നു. സിംഗപ്പൂർ ആയിരുന്നു ഫസ്റ്റ് റാങ്കിലുണ്ടായിരുന്നത്. ചൈനയൊക്കെ 19ാമതാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ 6ഓളം പാരാമീറ്റേഴ്സ് ആണ്. കസ്റ്റംസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്റർനാഷണൽ ഷിപ്മെന്റ്സ്, ലോജിസ്റ്റിക്സ്, ക്വാളിറ്റി ആൻഡ് കമ്പീറ്റൻസ്, ട്രാക്കിംഗ് ആൻഡ് ട്രേസിംഗ്, ടൈംലിനെസ്, അങ്ങനത്തെ പല പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ റാങ്ക് ഇടുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അടുത്തത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കാലമായിട്ട് തന്നെ ഉള്ള ഒരു കേസാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും തമ്മിൽ. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കാൻ അവർക്കത് അവകാശപ്പെടാൻ പാടില്ല. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് എന്നൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ കേസ് ഇപ്പോഴും നടക്കുവാണ്. ഇന്നും അതിൻ്റെ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭരണഘടനാ ബെഞ്ചിലാണ് ചീഫ് ജസ്റ്റിസ് ഹെഡായിട്ടുള്ള ഒരു ഭരണഘടനാ ബെഞ്ചിലാണ് അതിൻ്റെ വാദങ്ങളൊക്കെ നടക്കുന്നത്. എനിവേ, അപ്പോൾ നമ്മൾ എന്താണ് ഈ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ എന്താണ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിനോടനുബന്ധിച്ച് നമുക്കറിയാം ഭരണഘടനയിലെ 30ാം അനുച്ഛേദം ആർട്ടിക്കിൾ 30 തന്നെ പറയുന്നുണ്ട്, റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മൈനോറിറ്റീസ് എന്ന് പറയുന്നതിനെ ഭരണഘടന ഡിഫൈൻ ചെയ്യുന്നില്ല. ഭരണഘടനയിലോടത്തും മൈനോറിറ്റീസ് ആരാണ് ഡിഫൈൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും വെദർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റിലീജിയസിലും അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ബേസിസിലും ഇവർക്ക് മൈനോറിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെ പറ്റും. മജോറിറ്റി കമ്മ്യൂണിറ്റി സ്റ്റാഫ് ഓൺ ദ റോൾസ് വിൽ നോട്ട് ഡൈലൂട്ട് മൈനോറിറ്റി സ്റ്റാറ്റസ് ഓഫ് AMU. അപ്പോൾ മൈനോറിറ്റി അല്ലാത്ത ആളുകൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങുകളിലൊക്കെ ഉള്ളതുകൊണ്ട് അതിന് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പദവി നഷ്ടമാവില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ഒക്കെ ഇന്നലെ അതിൻ്റെ അകത്ത് ഒരു ഒരു നിരീക്ഷണം നടത്തിയത്. അപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ AMUവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരിടയ്ക്കാണെന്നുണ്ടെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ വളരെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാറ്റസ് ആദ്യമൊന്ന് എടുത്തു കളഞ്ഞിരുന്നു. അതിനുശേഷം അത് വീണ്ടും ഒരു ആക്ട് വഴി അത് തിരിച്ചു കൊണ്ടുവന്നു, AMU അമെൻഡ്മെൻറ്റ് ആക്ട് ഒക്കെ വഴി. അപ്പോൾ അതിനുശേഷം പിന്നെയും അലഹബാദ് ഹൈക്കോർട്ടാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മൈനോറിറ്റി സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞു.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് അത് കോടതിയിൽ നിൽക്കുന്നതാണ്. ഫൈനൽ വിധി വന്നിട്ടില്ല. അപ്പോൾ വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് അവർക്കുള്ള പ്രിവിലേജസ്, എമിയുടെ എങ്ങനെയാവും എന്നുള്ളത് നമുക്കറിയത്തില്ല. എമി മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെ തുടരാനാണ് സാധ്യത. കാരണം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സെൻറ്റർ വാദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അതുകൊണ്ട് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കരുത്, മൈനോറിറ്റി സ്റ്റാറ്റസിൻ്റെ പ്രിവിലേജസ് ഒന്നും പാടില്ല എന്നൊക്കെയാണ്. എനിവേ, ഇപ്പോൾ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന് ഭരണഘടന കൊടുക്കുന്ന പ്രൊട്ടക്ഷനും എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 30 പറയുന്നത്. മൈനോറിറ്റീസ് എന്നുള്ളത് ഭരണഘടന ഡിഫൈൻ ചെയ്തിട്ടില്ല. ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് സ്നോ ലെപ്പേർഡ്. എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്തുണ്ടായിരുന്നു. അറ്റ് 14 ഡാർജിലിംഗ് സൂ നൗ ഹാസ് വേൾഡ്സ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സ്നോ ലെപ്പേർഡ്സ് ഇൻ ക്യാപ്റ്റിവിറ്റി. നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള ഡാർജിലിംഗിലുള്ള പത്മനാഭ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ് പാർക്ക് എന്നാണ് അത് കോമൺലി അറിയപ്പെടുന്നത്. അവിടെ ഒരു ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം ഉണ്ട് സ്നോ ലെപ്പേർഡ്സിൻ്റെ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 14 എണ്ണമുണ്ട് സ്നോ ലെപ്പേർഡ്സ്. അതാണിപ്പോൾ ഈ പറഞ്ഞ വേൾഡ്സ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സ്നോ ലെപ്പേർഡ്സ് ഇൻ ക്യാപ്റ്റിവിറ്റി. സുവോളജിക്കൽ പാർക്കിൽ ഡാർജിലിംഗിലുള്ള, വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലുള്ള സുവോളജിക്കൽ പാർക്കിൽ പത്മനാഭ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണെന്നുള്ളത് നമുക്കറിയാം. ഡാർജിലിംഗ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൻ്റെ ആ ഷേപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഹിമാലയസിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ വരുന്നതാണ് ഡാർജിലിംഗ് ഒക്കെ. അപ്പോൾ ആ പർട്ടിക്കുലർ പാർക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ഓഫ് സ്നോ ലെപ്പേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ സ്നോ ലെപ്പേർഡ് റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ ടൈഗർ റേഞ്ച് കൺട്രീസ് ഒക്കെ പോലെ തന്നെയാണ് ഏകദേശം സ്നോ ലെപ്പേർഡിൻ്റെ ഇത് മൗണ്ടേനിയസ് ടെറൈനിലൊക്കെയാണ് അത് കാണുന്നത്. റീസെൻ്റ്ലി കിർഗിസ്ഥാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ നാഷണൽ സിംബിളായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്നോ ലെപ്പേർഡിനെയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ IUCN സ്റ്റാറ്റസ്, അതുപോലെ തന്നെ സൈറ്റ്സിലുള്ളത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരിക്കുക. IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ കാറ്റഗറിയിലാണ്. അതുപോലെ തന്നെ കൺവെൻഷൻ ഫോർ ദ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് അപ്പൻഡിക്സ് 1 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സ്കെഡ്യൂൾ 1 നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കാണുന്നത് ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിലുള്ള, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചലിലുള്ള, ഗംഗോത്രി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലുള്ള, അതുപോലെ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിമിലുള്ള, അതായത് വെസ്റ്റേൺ ഹിമാലയസിൻ്റെയും അതുപോലെ തന്നെ അരുണാചൽ ആ ഭാഗത്തുള്ള ഈസ്റ്റേൺ ഹിമാലയസിൻ്റെ ഭാഗങ്ങളിലൊക്കെ മൗണ്ടേനിയസ് ടെറൈനിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് സ്നോ ലെപ്പേർഡ്. ഗോസ്റ്റ് ഓഫ് ദ മൗണ്ടൈൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിവേ ഇതാണ് സ്നോ ലെപ്പേർഡ്. അപ്പം അതിൻ്റെ IUCN സ്റ്റാറ്റസും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ബോട്സ്വാന. എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ ദ ഹിന്ദുവിൻ്റെ അകത്തുണ്ടായിരുന്നു. ദ ബോട്സ്വാന ആൻഡ് ഡീബ്രീസ് ഡീൽ ഫോർ ടോപ്പ് ഡയമണ്ട് മൈൻ. അപ്പോൾ ഒരു ഡയമണ്ട് മൈനിങ് കമ്പനിയും ബോട്സ്വാനയും തമ്മിൽ ഒരു ഡീല് വന്നിട്ടുണ്ട്. ഈ ബോട്സ്വാന എന്ന് പറയുന്നത് ഡയമണ്ടിന് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ബോട്സ്വാന ആൻഡ് ഗ്ലോബൽ ഡയമണ്ട് ജയന്റ് ഡീബ്രീസ് അപ്രൂവ്ഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ടു ഡിഗ് അണ്ടർ ദ വേൾഡ്സ് റിച്ചസ്റ്റ് ഡയമണ്ട് ഇൻ മൈൻ ബൈ വോളിയം. ദ മൂവ് കംസ് amid a global drop in the demand for the precious gems. അപ്പോൾ Botswana has the world's richest diamond mine by volume. Botswana is one of the world's leading producers of diamond by value. നമുക്ക് സദേൺ ആഫ്രിക്കയിലുള്ള ഒരു കൺട്രിയാണ് ബോട്സ്വാന എന്ന് പറയുന്നത്. നബീബിയ, സാംബിയ, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക ഈ കൺട്രീസിനാലൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോട്സ്വാന സാംബിയ ബോർഡറാണ്, ഒരു ബ്രിഡ്ജാണ്, അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ബോർഡർ ബിറ്റ്വീൻ 2 കൺട്രീസ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ട്രിവിയൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയമണ്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇതെന്ത് വായിച്ചിരിക്കാൻ ശ്രമിക്കുക. കിംബേർലി പ്രോസസ് സർട്ടിഫിക്കേഷൻ സ്കീം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ ബ്ലഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ട് കാണും, ലിയനാർഡോ ഡികാപ്രിയോ ഒക്കെ അഭിനയിച്ച്. അപ്പം കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ സിവിൽ വാറിൽ നമുക്കറിയാം ഈ റീജിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല കോൺഫ്ലിക്റ്റിലാണെന്നുണ്ടെങ്കിൽ സിവിൽ വാർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഡയമണ്ടുകളെ പൊതുവെ പറയുന്നതാണ് ഈ ബ്ലഡ് ഡയമണ്ട് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ബ്ലഡ് പുരണ്ട എന്നുള്ള അർത്ഥം വരത്തക്ക രീതിയിലാണ് അവരങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കിംബേർലി പ്രോസസ് സർട്ടിഫിക്കേഷൻ സ്കീം എന്താണെന്നുള്ളത്. ഇന്ത്യയും അതിൻ്റെ ഒരു
പാർട്ടാണ് നമ്മുടെ കിംബർലി പ്രോസസ് സർട്ടിഫിക്കേഷൻ സ്കീമിൻ്റെ. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പ്ലീനറി മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. കിംബർലി പ്രോസസ് സർട്ടിഫിക്കേഷൻ സ്കീം, അതായത് ഈ കോൺഫ്ലിക്റ്റ് ഫ്രീ ഡയമണ്ട്സ് ആയിരിക്കുക എന്നുള്ള അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സാണ് ഈ കിംബർലി പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതും എന്താണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക, അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.